അസാധാരണ ആത്മശക്തിയിലാണ് ബില്ലി ഗ്രഹാം എന്ന ദൈവദാസൻ ലോക രാജ്യങ്ങളിൽ സുവിശേഷം എത്തിച്ചത്. ലോകത്തിലെ ഏത് ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ബില്ലി ഗ്രഹാം പ്രസംഗിക്കാൻ വന്നാലും ആ സ്റ്റേഡിയം അത്രയും നിറയുമായിരുന്നു. സൗത്ത് കൊറിയയിൽ അദ്ദേഹം വന്ന് പ്രസംഗിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് ആളുകളാണ്, ഒരു വലിയ പരപ്പ് പോലെ ജനമാണ് വെയിലത്ത് ദൈവവചനം കേൾക്കാൻ കൂടിയത്. അവിടെ ആരും മ്യൂസിക് പ്ലേ ചെയ്യുന്നില്ല, ആരും പാട്ട് പാടുന്നില്ല, ആരും അന്യഭാഷ പറയുന്നില്ല, ഒറ്റ അത്ഭുതവും നടക്കുന്നില്ല. പക്ഷെ ആ ദേവദാസൻ ആത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് സുവിശേഷം വിളിച്ചു പറയുമ്പോൾ ഏറ്റവും വലിയ പാപികൾ പോലും മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ വന്ന് മുട്ടുകുത്തുമായിരുന്നു. അദ്ദേഹം വെറും അരമണിക്കൂർ മുതൽ 40 മിനിറ്റ് വരെ പ്രസംഗിക്കുമായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ശേഷം ഈ ഓൾട്ടർ കോൾ കൊടുക്കുന്നത് ജസ്റ്റ് ആസ് ഐ ആം എന്നൊരു പാട്ട് പാടിക്കൊണ്ടാണ്. ഒരു സമയത്ത് ഒരു ആരോപണം വന്നു, ഈ പാട്ട് ഈ കൊയർ ഇങ്ങനെ പാടുമ്പോൾ ഒരു ഹിപ്നോട്ടിസം പോലത്തെ ഒരു എഫക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ആളുകളെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആളുകളെ ഒരു വൈകാരിക എന്താണ് പറയുന്നത്, മാസ് ഹിസ്റ്റീരിയയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പാട്ട് പാടുന്നത്. ഈ പാട്ട് പാടുന്നത് കൊണ്ടാണ് ഈ ജനമെല്ലാം കൂടി വരുന്നത് എന്നൊരു ആരോപണം ഉണ്ടായി. അടുത്ത ക്രൂസൈഡിൽ ബില്ലി ഗ്രഹാം സുവിശേഷം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ഈ കൊയർ പാട്ട് പാടുമ്പോൾ അദ്ദേഹം ഒരു ഓൾട്ടർ കോൾ കൊടുക്കും, നിങ്ങൾക്ക് മാനസാന്തരപ്പെടണമെങ്കിൽ മുമ്പോട്ട് വരാമെന്ന് പറയും. എന്നിട്ട് അദ്ദേഹം പുറകോട്ട് മാറി കൈ കെട്ടി തല കുനിച്ച് നിൽക്കും. ഇത്തവണ അദ്ദേഹം ഓൾട്ടർ കോൾ കൊടുത്തു, പുറകോട്ട് മാറി കൈ കെട്ടി തല കുനിച്ച് നിന്നു. പാട്ട് പാടിയില്ല, മ്യൂസിക് പ്ലേ ചെയ്തില്ല. സാധാരണ വരുന്നത് എത്രയാണോ അതിലും കൂടുതൽ ജനം വന്നു. കാരണം ഒരാളുടെ ഉള്ളിൽ ഒരു മാനസാന്തരത്തെ കൊണ്ടുവരണമെങ്കിൽ ഹോളി സ്പിരിറ്റിന്റെ പ്രവർത്തനത്തിൽ മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. 10,000 പേരുണ്ടെങ്കിൽ 10,000 പേരും 10,000 തരം പാപത്തിലായിരിക്കും ജീവിക്കുന്നത്. ഈ 10,000 പേർക്ക് അവന്റെ ഹൃദയത്തിലെ പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മ നിറവിൽ ദൈവവചനം പ്രസ്താവിക്കണം. എന്നാൽ അത്ഭുതങ്ങൾ നടക്കുന്നത് ഒരു പവർ മാനിഫെസ്റ്റേഷനാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, സൗഖ്യമാക്കുവാൻ ദൈവത്തിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു.